ആറ്റിങ്ങലിൽ ഇത്തവണയും ഇരട്ട വോട്ട് ആരോപണവുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യരുതെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ രഹസ്യ നിർദ്ദേശം നൽകിയെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു. പണം ഒഴുക്കിയാണ് കഴിഞ്ഞ തവണ യു.ഡി.എഫ് വിജയിച്ചതെന്ന് ഇടത് സ്ഥാനാർത്ഥി വി ജോയ് തിരിച്ചടിച്ചു. റിപ്പോർട്ട് അശ്വമേധത്തിലായിരുന്നു ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികൾ കൊമ്പുകോർത്തത്. കഴിഞ്ഞ തവണയും ആറ്റിങ്ങലിൽ ഇരട്ട വോട്ടും കള്ളവോട്ടും യു.ഡി.എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കണ്ടെത്തി പ്രതിരോധിച്ചിരുന്നു. ഇത്തവണയും സമാന സാഹചര്യമെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം. ഇരട്ട വോട്ട് ഒഴിവാക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ നടക്കുന്നതായും അടൂർ പ്രകാശ് ആരോപിച്ചു. ഇവിടെയുള്ള ഇലക്ടറൽ ഓഫീസർമാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം റെക്കോർഡിക്കലല്ല, വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. ആ വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നീക്കം ചെയ്തില്ല. പരാജയഭീതി കാരണമാണ് അടൂർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ മറുപടി. വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുണ്ട് എന്നുള്ളത് പരാജയഭീതി കൊണ്ടെന്നാണോ? ഉറപ്പാണ്. അത് ആദ്യമേ അഡ്വാൻസ് ആയിട്ട് ജാമ്യമെടുക്കലാണ്, മുൻകൂർ ജാമ്യമാണ്. പല ബിസിനസ്സുകളുമുള്ള അടൂർ പ്രകാശ് ഇ.ഡി വന്നാൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്നും വി ജോയ്. അദ്ദേഹത്തിന് ധാരാളം ബിസിനസ് ഉണ്ട്, ധാരാളം സംവിധാനങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കോൾ വരികയോ ഇ.ഡി വരികയോ ചെയ്താൽ എന്താവും സ്ഥിതി? എന്നാൽ തനിക്ക് രഹസ്യ ബിസിനസ്സുകളോ ബിനാമി ഇടപാടുകളോ ഇല്ലെന്ന അർത്ഥം വെച്ചുള്ള മറുപടിയോടെ അടൂരും തിരിച്ചടിച്ചു. അത് അടൂർ പ്രകാശനില്ല. ചിലപ്പോൾ ഈ CPM നിന്ന് തന്നെ പല ആളുകളും BJP-യിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ TVയുടെ അശ്വമേധത്തിലാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികൾ കൊമ്പുകോർത്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.